വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നതിൽ ഒറീസയിലെ ഒല്ലട ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ ഗ്രാമമായ റെല്ലിഗുഡയിലാണ് ഇരിക്കുന്നത്. റെല്ലിഗുഡയിലെ ദേവാലയത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഗ്രാമവാസികൾ 7ഓളം ഗ്രാമവാസികൾ ഒന്നിച്ചുകൂടി ഇന്ന് വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെയും ഫ്രെഡറിക് ഓസാനമിൻ്റെയും ചേർന്ന് അവർ തുടങ്ങിയ വിൻസെൻ്റ് പോൾ സംഘടനയുടെ ഫീസ്റ്റ് ആഘോഷമാണ് നടക്കുന്നത്. ഇവിടെ ഒരു നാടിൻ്റെ ആഘോഷമാണ്. അവർ ഒത്തുചേർന്ന് ഒരുമിച്ച് ഭക്ഷണം വയ്ക്കുകയും ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അതോടൊപ്പം അനേകം തങ്ങളിൽ പതിതരായവരെ, കഷ്ടപ്പെടുന്നവരെ അവരുടെ ആവശ്യങ്ങളിൽ, ഭൗതികമായ ആവശ്യങ്ങളിലും സഹായിച്ചുകൊണ്ട് അവർ ഇന്നീ ദിവസം അവരുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഹോളി ഹോം മിനിസ്ട്രിയിൽ നിന്ന് വന്നാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് തന്നെ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയുടെ നിമിഷങ്ങളായി ഞങ്ങൾ കരുതുന്നു. ഈ വീടുകളിലൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഭൗതികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒന്നും അവരിൽ അധികമില്ലെങ്കിലും അവർ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലായ്മയിലും ഉള്ളവനെ പോലെ ജീവിക്കുവാനും ഉള്ളപ്പോഴും ഇല്ലാത്തവനെ ജീവിക്കാനും പോലെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ഇത്രമാത്രം സ്നേഹമാണ് അവർ ഞങ്ങൾക്ക് വച്ചു നൽകുന്നത് അറിയാമോ. അവരുടെ കരുതൽ, പരിപാലന, ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഹോളി ഹോം മിനിസ്ട്രിയിൽ നിന്ന് 14 പേരാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഇടവകയിൽ 11 യൂണിറ്റുകളുണ്ട്. ഈ 11 യൂണിറ്റുകളിലും ഇതുപോലെ അനേകം ആളുകളെ സഹായിക്കുന്നു. അവർ അരിയും വസ്ത്രവും മറ്റ് സഹായങ്ങളും കൊടുത്ത് ഏതായാലും ഈ ഒരു മിഷൻ ഇതൊരു വലിയ ദൈവിക തീഷ്ണതയുടെ മിഷനാക്കി ഞങ്ങളെ മാറ്റുന്നുണ്ട്. ഹോളി ഹോം മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഞങ്ങൾ ദൈവകൃപയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾ വഴി ദൈവകൃപയിൽ വളരാൻ ഇവരെ സഹായിക്കുകയും ചെയ്യും. ഹോളി ഹോം മിനിസ്ട്രിയിലൂടെ
ഈ ദേശത്ത് വന്നപ്പോൾ ഞങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നത് പങ്കുവയ്ക്കലിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒക്കെ ആഴം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നാണ്. ഇവരുടെ പങ്കുവയ്ക്കലും അവരുടെ സഹോദര്യത്തിൻ്റെ കരുതലും എത്രമാത്രം വിലപ്പെട്ടതാണ്. ഇവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഇവരുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് അവർ പാപങ്ങളോട് കാണിക്കുന്ന അതിരറ്റ ആ കാരുണ്യവും വാത്സല്യവും ആ കരുതലും എത്രയാണെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനും അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനവും ഞങ്ങളുടെ വിശ്വാസത്തെയും ജീവിതത്തെയും ആ ദൈവിക സ്നേഹത്തിൽ ഊട്ടിയുറപ്പിച്ച് എത്രമാത്രം ഞങ്ങൾ ഇനിയും ദൈവത്തെങ്കിലേക്ക് വളരേണ്ടതുണ്ട് എന്നുള്ള ബോധ്യവുമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുക. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവം നന്നെങ്കിൽ കൃപയെ ഈ സമൂഹവുമായി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ ദൈവരാജ്യത്തെ ശുശ്രൂഷകൾ ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഞങ്ങൾ അനുസ്മരിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ജയ് യേശു. കൂടി അവർ ഓരോ കോൺഫറൻസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഓരോ വർഷത്തെ ആഘോഷം കഴിയുമ്പോൾ ഇപ്പോൾ 11 ആണെങ്കിൽ അടുത്ത വർഷം 12ാമത്തെ ഒരു കോൺഫറൻസ് അവർ തുടങ്ങും. അങ്ങനെ ഇത് ഇവരിങ്ങനെ നിരന്തരം ഓരോ ഗ്രാമങ്ങളിലൂടെ വ്യാപിച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ കൂട്ടായ്മയെ, അവരുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. നമുക്ക് ഒത്തിരിയേറെ മാതൃകയാണ് ഇവിടെയുള്ള ജനം നൽകുന്നത്. നമ്മൾ മിഷനായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ നമ്മൾ കുറേ കൂടി എക്സ്പ്ലോറാണ് ചെയ്യുന്നത്. നമ്മൾ കുറേ കൂടി എക്യുപ്ഡായിട്ട് മാറുന്നു. എങ്ങനെ കൂടുതൽ ദൈവരാജ്യത്തിൽ ജീവിക്കാമെന്ന് നമ്മൾ പരിശീലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കൂടെ പ്രിയപ്പെട്ട എമ്മാനച്ചനും അച്ഛനും ഉണ്ട്. ഇവിടെ ഇടവകാരി ജോസച്ചനുണ്ട്. അച്ഛൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അച്ഛൻ സർവ്വ സ്വാതന്ത്ര്യം നൽകിയാണ് ഞങ്ങളിവിടെ അയച്ചിരിക്കുന്നത്. കിടക്കാനായാലും ഉണ്ണാനായാലും എല്ലാത്തിനും വളരെ സൗകര്യപൂർവ്വം നമ്മളെ അവരുടെ സ്വന്തമായി കണ്ടുകൊണ്ട് അവരുടെ ഭവനത്തിൽ, അവരുടെ ഗ്രാമത്തിൽ ഈശോ വന്നു എന്നുള്ള അതേ തോന്നലോടെ തന്നെ അവർ നമ്മളോട് ഇടപഴകുകയും നമുക്ക് ആവശ്യമായ ഇതെല്ലാം നൽകുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നു. എല്ലാം കൂട്ടിച്ചേർക്കാനുള്ള കർത്താവ് ഇവരിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മാത്രമേ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ ദൗത്യങ്ങളിൽ വ്യാപൃതരാകാം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷകൾ ചെയ്യാൻ നമുക്കൊരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജോയ് ജീസു. यीशु के कैसा कुमार भैया, यीशु के कैसा कुमार, यीशु के कैसा कुमार भैया, यीशु के कैसा कुमार। छोटा बनाया लंबा बनाया, छोटा बनाया लंबा बनाया, जैसे बनाया अच्छा बनाया, जैसे बनाया अच्छा बनाया। यीशु 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 के कैसा कुमार भैया, यीशु के कैसा कुमार, यीशु के कैसा कुमार भैया, यीशु के कैसा कुमार। लड़की बनाया लड़का बनाया, लड़की बनाया लड़का बनाया, जैसे बनाया अच्छा बनाया, जैसे बनाया अच्छा बनाया। यीशु 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 के कैसा कुमार भैया, यीशु के कैसा कुमार, यीशु के कैसा कुमार भैया, यीशु के कैसा कुमार। मोटा बनाया पतला बनाया,
मोटा बनाया पतला बनाया जैसे बनाया अच्छा बनाया जैसे बनाया अच्छा बनाया यीशु 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 के कैसा कुमार भैया यीशु के कैसा कुमार यीशु के कैसा कुमार भैया यीशु के कैसा कुमार बना ले तो हरा भरा धरती के सजा ले तो പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഭാരതത്തിൻ്റെ എല്ലാ വില്ലേജുകളിലും നിങ്ങൾ മിഷന് പോകണം, മിഷനിലേക്ക് എത്തണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. എല്ലാവരും ദൈവരാജ്യത്തിന് ശുശ്രൂഷ വ്യാപകമാവുകയും ആ ദൈവരാജ്യന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ക്ഷണിക്കപ്പെടുന്ന ദൈവത്തിന്റെ വിളിയെ സ്വീകരിക്കുകയും ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാൻ യോഗ്യമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. दुनिया बना ले तो हरा भरा धरती के सजा ले तो संग संग